ക്രിസ്മസ് പ്രമാണിച്ച് ബെത്ലഹേം ചർച്ച് ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23-ാം തീയതി എന്നാൽ ചർച്ച് കാണാൻ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചർച്ച് കാണാൻ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ വന്ന സമയത്തും നാട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ബെത്ലഹേം എന്ന് പറയുന്നത് ഇസ്രായേലിൽ തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും നാട്ടിലുള്ളവർ പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ബെത്ലഹേം ഉള്ളത് പലസ്തീനിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് പലസ്തീനിൽ പോയിട്ട് ബെത്ലഹേം ചർച്ച് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു വട്ടം പോയിരുന്നു, നൈറ്റ് ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. നൈറ്റ് പോയിട്ട് ചർച്ചിൽ നിന്ന് പ്രെയർ ഉണ്ടായിരുന്നു. ക്രിസ്മസിന് 24th നൈറ്റ് പ്രേയേഴ്സ് ഉണ്ടായിരുന്നു. അത് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പം ഈ പ്രാവശ്യം ഒന്ന് പകൽ പോയി കാണാമെന്ന് വിചാരിച്ചു. കാരണം അന്ന് പോയപ്പം ചർച്ച് ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അധികം ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ടും എല്ലാം ഭയങ്കര ക്രൗഡും ആയിരുന്നു. അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം പകൽ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതായത് ഈ ജെറുസലേമിൽ ഡമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഓൾഡ് സിറ്റി ഉണ്ടല്ലോ, പഴയ ജെറുസലേമിൻ്റെ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ് ദൂരമേ ഉള്ളൂ ബസ്സിന്. 231 ബസ് നമ്പർ. 231 ബസ് കയറിയിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ നമുക്ക് പലസ്തീനിൽ ചെന്ന്, അതായത് പലസ്തീനിൽ ബെത്ലഹേം ചർച്ചിൻ്റെ ഉള്ളിൽ ചെല്ലാൻ പറ്റും. ഇവിടെ ഇതൊരു റഷ്യൻ ചർച്ചാണ് കേട്ടോ. ആ റഷ്യൻ ചർച്ചിൻ്റെ മുമ്പിൽ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഇവർ ക്രിസ്മസിന് ഇങ്ങനെ വലിയ ആഘോഷങ്ങളും ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടിട്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ട് വലിയ ആഘോഷമൊക്കെ, അങ്ങനത്തെ ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഇല്ലയെന്നല്ല. നമ്മൾ വിചാരിക്കും ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിൻ്റെ രാജ്യമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ലടോ. ഇത് ജൂതന്മാരുടെ രാജ്യമായതുകൊണ്ടും ജൂതവിശ്വാസങ്ങളിലുള്ള അവരുടെ സെലിബ്രേഷൻസ് മാത്രമേ ഇവിടെ വലിയ ഗ്രാൻഡായിട്ട് നടത്താറുള്ളൂ. ഇന്ത്യയിലെ പോലെ നമ്മൾ എല്ലാ സെലിബ്രേഷനും നടത്തുന്ന അങ്ങനത്തെ ഒരു രാജ്യമൊന്നുമല്ല ഇത്. അവരുടെ രാജ്യത്ത് അവരുടെ സെലിബ്രേഷൻസ് മാത്രം ഒരു വലിയ കാര്യമായിട്ട് നടത്താറുള്ളൂ. പിന്നെ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ രാജ്യമാണല്ലോ, അപ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് ദൂരം, ഞാൻ പറഞ്ഞത് 45 മിനിറ്റ് ഉണ്ടായിരുന്നു. ട്രാഫിക്ക് രാവിലെ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ പോയപ്പോൾ ട്രാഫിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് പോകാൻ പറ്റി. നൈസ് വ്യൂവും കൂടിയായിരുന്നു കേട്ടോ. ഈ ബസ്സിൻ്റെ സൈഡിലിരുന്ന് നമ്മൾ KSRTCൻ്റെ ഒക്കെ സൈഡിലിരുന്ന് ഇങ്ങനെ വ്യൂ കാണൂലേ, അതുപോലെ എനിക്ക് തോന്നി. നാട്ടിൽ വരുമ്പോൾ KSRTCൻ്റെ സൈഡിലിരുന്ന് പാട്ടൊക്കെ കേട്ട് പോകുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഫീലാണ്. ഇവിടെ ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്, ട്രെയിൻ പാളം വരുന്നുണ്ട് ഇസ്രായേലിലെ എല്ലാ ഭാഗത്തും. അത് ജെറുസലേമിൽ ലോങ് ഡ്രൈവ്സിന് ട്രെയിൻ കുറവാണ്. അപ്പം ഇങ്ങനെ കുറേ ട്രെയിനിൻ്റെ സർവീസൊക്കെ വരുന്നുണ്ട്. പുതിയ ട്രെയിൻ പാളം വരുന്നതാണ് അവിടെ, മെട്രോ വരുന്നതാണ് അവിടെ ഇപ്പോൾ കണ്ടത്. ഇപ്പം നമ്മൾ ഏകദേശം പലസ്തീനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടാക്സി ഒരു മഞ്ഞ നിറത്തിലുള്ള ടാക്സി ആട്ടോ ഇവിടുത്തെ. അതായത് ഇസ്രായേലിലെ ടാക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളേഴ്സായിരിക്കും. പലസ്തീനിലെത്തി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടാക്സി കാണുമ്പോൾ മനസ്സിലാവും. പലസ്തീനിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സികളും വണ്ടികളും ഏകദേശം വണ്ടികളല്ല, ടാക്സി വണ്ടികൾ മഞ്ഞ നിറത്തിലായിരിക്കും, ഫുള്ള് മഞ്ഞ നിറത്തിലായിരിക്കും. ബസ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. ഒരു 17 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പം വിചാരിച്ചു നമുക്ക് ആദ്യമായിട്ട് വരുന്നതാണല്ലോ, അപ്പം ഒരു കാറിന് പോയേക്കാം, ടാക്സിക്ക് പോയേക്കാം എന്ന് വിചാരിച്ചു. വലിയ പൈസയൊന്നുമില്ല, എമൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഞാനും ഒരു ചേച്ചി പിന്നെ ഒരു ബസ്സിൽ നിന്ന് കണ്ട ഒരു ആന്ധ്രാപ്രദേശുകാരനാണ് ഒരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിയെ ഞങ്ങൾ കണ്ട് അവിടെ ഞങ്ങൾ പള്ളിയിൽ എത്തുന്നിടം വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി അങ്ങോട്ടാണ് പോയത്, ഞങ്ങളും കണ്ടില്ല. പുള്ളി അത് ഫസ്റ്റ് ടൈം, പുള്ളി ഒരു 6 വർഷമായിരുന്നു ഇവിടെ വന്നിട്ട്. പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടു ടാക്സികൾക്കെല്ലാം നിറം മഞ്ഞയായിരിക്കും കേട്ടോ. ഇവിടെ ഭയങ്കര ഷൂട്ടിങ്ങിന് തിരക്കാണ്. ഞങ്ങൾ വിചാരിച്ചു പള്ളിയിൽ ഭയങ്കര തിരക്കായിരിക്കും, 23-ാം തീയതി ആണല്ലോ പോയത്, അപ്പോൾ ക്രിസ്മസിൻ്റെ പള്ളിയിൽ തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 24-ാം തീയതി രാത്രിയാണെന്ന് തോന്നുന്നു എല്ലാവരും വന്ന് കുർബാനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഇവിടുത്തെ മനുഷ്യന്മാർ, എൻ്റെ പൊന്നു, എന്നാ സ്നേഹമാണെന്നറിയും. നമ്മൾ ഇന്ത്യക്കാരാണ്, ഫസ്റ്റ് ടൈമാണ് നമ്മളെ കാണുന്നത്, എന്നാൽ പോലും ഞങ്ങളിവിടുന്ന് കയറുന്ന നിൽക്കുന്ന അപ്പച്ചൻ കണ്ടോ, ആ സൈഡിൽ നിൽക്കുന്ന അപ്പച്ചൻ, നമ്മൾ പള്ളിയിലോട്ട് കയറുന്ന സമയത്ത് പോലും യു ആർ ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചിട്ട് നമുക്ക് വലിയ ഇംഗ്ലീഷ് അറിയത്തില്ല, എന്നാൽ പോലും അവർക്ക് ഇന്ത്യക്കാരുള്ളൊരു റെസ്പെക്റ്റ് കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അമ്മാതിരി ഒരു റെസ്പെക്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. എല്ലാവരും, അത് വഴിയെ പോകുന്നവരും വണ്ടിയിൽ പോകുന്നവരൊക്കെ ഹായ് ഹൂയ് ഹൂയ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ത്യയാണെന്ന് കാണുമ്പം അല്ലെങ്കിൽ ഇന്ത്യയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ ഞങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്ന എല്ലാവരും കേട്ടോ. ഇതാട്ടോ ചർച്ച് ഓഫ് നേറ്റിവിറ്റി, അതായത് ബെത്ലഹേമിൽ യേശു ജനിച്ചു എന്ന് പറയുന്ന സ്ഥലം ഇതാണ്, ആ പള്ളിയാണിത്.
ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം, കുറച്ച് സ്ഥലമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, ജസ്റ്റ് പുറത്തുനിന്ന് മാത്രം കാണാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ എന്തൊക്കെയോ റിപ്പോർട്ടേഴ്സും വീഡിയോ ചാനൽസും എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ഇങ്ങനെ സ്റ്റിൽ നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് ഉള്ളിൽ കയറുമ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, പക്ഷെ തിരക്കൊന്നുമില്ലായിരുന്നു, നൈസായിരുന്നു. പിന്നെ ഒരു ഗൈഡിനെ കിട്ടിയായിരുന്നു, പുള്ളിയാണ് കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഈ ചേർച്ചിന് ഏകദേശം എനിക്ക് തോന്നുന്നു 1500 വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പം 2017 കണക്കനുസരിച്ച് 28,591 ജനസംഖ്യ, അതായത് മുസ്ലിങ്ങളാണ്, അത്രയും മുസ്ലിങ്ങൾ ഈ ബെത്ലഹേമിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതായത് 2007 കണക്കനുസരിച്ച് കേട്ടോ. അപ്പം ഇവിടെ ക്രിസ്മസിന് മാത്രം നല്ല തിരക്കായിരിക്കും, ഏകദേശം ക്രിസ്മസിന് നല്ല തിരക്കുള്ളൊരു സമയമാണ്. 1350 1330 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ബെത്ലഹേമിനെ കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബെത്ലഹേം ഇങ്ങനൊരു നഗരം ഉണ്ടായിരുന്നെന്നും ഇതിനെക്കുറിച്ച് ആദ്യകാലത്ത് ഇതിനെക്കുറിച്ച് അതായത് ദാവീദിൻ്റെ ജന്മസ്ഥലമായും കണക്കാക്കുന്നത് ബെത്ലഹേം എന്നാണ് പറയപ്പെടുന്നത്. അതായത് പുതിയ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ബെത്ലഹേം നഗരം ഹാഡ്രിയൻ നശിപ്പിച്ചുവെന്നും എന്നാൽ പിന്നീട് 327 CE ചർച്ച് ഓഫ് നേറ്റിവിറ്റി കമ്മീഷൻ ചെയ്ത കോൺസെൻട്രേഷൻ ദി ഗ്രേറ്റ് പുനർനിർമ്മിച്ചു. ഇത് 207 ഇത് നശിപ്പിക്കപ്പെട്ടിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. പിന്നെയും ഇത് ഡെവലപ്പ് ചെയ്തത്, പിന്നെയും പുനർനിർമ്മിച്ചതാണ് ഈ പള്ളി. അതിന് കഴിഞ്ഞ് 529 സമരിയൻ കലാപത്തെ തുടർന്ന് ഈ ചർച്ചിന് വീണ്ടും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ജസ്റ്റീനിയൻ ഒന്നാമനാണ് വീണ്ടും ഈ പള്ളി പുനർനിർമ്മിച്ചത്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡായിരുന്നു കേട്ടോ. പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എക്സാക്ട്ലി അത് അവിടെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഈ ചേർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പേർക്ക്, അതായത് ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കുറേ ഇങ്ങനെ എന്താ പറയുക, റോമാക്കാർ, ഓർത്തഡോക്സുകാർ, അർമേനിയൻകാർ, അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ. ആ വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ സ്ഥലത്താട്ടോ കുർബാന നടക്കുന്നത്. അതൊക്കെ പുള്ളി പറഞ്ഞു തന്നായിരുന്നു. പിന്നെ 1999 കുരിശുയുദ്ധക്കാർ കീഴടക്കുന്നവരെ മുസ്ലിങ്ങളായിരുന്നു ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അത് ഈ രാജ്യമല്ല, ഈ നഗരം ഭരിച്ചുകൊണ്ടിരുന്നത്, അത് ബെത്ലഹേം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ക്രിസ്ത്യൻസ് ആണ് ഭരിക്കുന്നത്. ഈ പള്ളിയും അതെല്ലാം മുസ്ലിങ്ങളുടെ കീഴിലായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് പുരോഹിതന്മാരെ മാറ്റി കത്തോലിക്കരെ ഇവിടെ കൊണ്ടുവരികയും അതിനുശേഷം 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് മംലൂക്ക് സുൽത്താൻ ബെത്ലഹേമിൻ്റെ മതിലുകൾ, ആ ഒരു യുദ്ധത്തെ തുടർന്ന് മതിലുകൾ സുൽത്താൻ തകർത്തിരുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം നിയന്ത്രിക്കാൻ വന്നപ്പോൾ ഓട്ടോമാൻ സുൽത്താൻ ഈ എന്താ പറയുക തകർത്ത മതിലുകൾ പുനർനിർമ്മിക്കുകയും അത് ഓട്ടോമാൻ സുൽത്താനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡമാസ്കസ് ഗേറ്റുകളെല്ലാം നിർമ്മിച്ചത് ഓട്ടോമാൻ സുൽത്താനാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എഴുതിയിടാനൊരു സെറ്റ് ബോക്സ് ഉണ്ട്. ചേച്ചി എന്തോ കാര്യമായിട്ടിരുന്ന് കുത്തിയിരുന്ന് എഴുതുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ ചേച്ചീൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് എന്തോ എഴുതുന്നത്. എന്നോടും പറഞ്ഞു എഴുതിക്കൊള്ളാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കട്ടെ എന്നാണ് ഞാൻ എഴുതിയെന്ന് തോന്നുന്നത്. ഇത് നമ്മൾ എന്താ പറയണ്ടേ, അതിൻ്റെ ഉള്ളിലോട്ട് യേശു ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഇറങ്ങിപ്പോകുന്ന ചെറിയ വഴിയാണ്. ഇത് ഫുള്ളിങ്ങനെ ചാപ്പലിൽ കുർബാന നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഓരോ വിഭാഗക്കാർക്ക് നടക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ എൻ്റെ കുറേ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്. അന്നത്തെ കാലത്തുള്ള എല്ലാ ഭാഗങ്ങളും അണ്ടർഗ്രൗണ്ടിലോട്ടാണ് കണ്ടിട്ടുണ്ടാവുക നിങ്ങൾ. അത്രയും താഴെയാണ്, ഒരു ഗുഹ പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, ഒരു വലിയ ഗുഹ. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ചേർച്ച് ഓഫ് ഇവിടെ ആയിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. യേശു ഉണ്ടായതും പിന്നെ അവരിവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നത് ഇവിടെയാണ്. അവിടെ ഒരു ചെറിയ ഹോള് പോലെയുണ്ട്, അവിടെയാണ് ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിൻ്റെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ചെറിയ ചെറിയ നക്ഷത്രം പോലെ എന്തോ മേൽഭാഗത്ത് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ യേശു ജനിച്ചപ്പോൾ നക്ഷത്രം ആകാശത്തുണ്ടെന്ന് പറയുന്നില്ല, അതുപോലെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ പോലെ എന്തൊക്കെ ഇങ്ങനെ കല്ലിൻ്റെ മേലെ, അന്നത്തെ കാലത്തെ ആ കല്ല് വരെ ഇവരതുപോലെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വളരെ ഭംഗിയായിട്ട്. കാരണം അത്രയും ഒരു എന്താ പറയുക പുണ്യപുരാതന പള്ളിയായിട്ട് കണക്കാക്കപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും വൃത്തിയായിട്ട്. അതായത് ഇപ്പോഴും അറബ് ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ട്. അറബ് രാജ്യത്ത് ഒരുപാട് ക്രിസ്ത്യൻസും ഈ പള്ളി നോക്കുന്നത് ക്രിസ്ത്യൻസാണ്. പക്ഷേ ഇവിടുത്തെ മനുഷ്യന്മാർ നമ്മൾ വിചാരിക്കുകയും എന്താ പറയുക പലസ്തീൻകാർ ഭയങ്കര സംഭവമാണ്, അല്ല അങ്ങനെ ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഇത് ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ബെറ്റർ ഇവിടെയാട്ടോ.
യേശുവിൻ്റെ ജനനസ്ഥലം എന്ന് പറയുന്നത്. അപ്പം തിരി കത്തിക്കാനുള്ള നമുക്ക് തിരി കത്തിക്കാനുള്ള ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചേച്ചി തിരി കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരി കത്തിച്ച് നമ്മളെടുത്തിട്ട് പുറത്തൊരു സ്ഥലത്ത് കത്തിച്ച് വെക്കാനുള്ളൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഡോറ് കണ്ടോ, ആ ഡോറിൻ്റെ ഉള്ളിൽ ഒരു രാജാവ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗുഹ പോലത്തെ ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് കുറേ അസ്ഥികൂടങ്ങൾ പുള്ളീൻ്റെ ഫോണിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഓപ്പൺ അല്ല. ഒരുപാട് പേരെ കൊന്നിട്ട് അതിൻ്റെ അസ്ഥി ഒരു കാലഘട്ടത്തിൽ, അത് ഞാൻ പറഞ്ഞ ഓരോ ഭരണകാലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഭവമാണല്ലോ. അപ്പം ആ ഒരു സമയത്ത് ഒരു രാജാവ് കുറേ വംശഹത്യ നടത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആസ്തികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പുള്ളിക്കാരൻ്റെ ഫോണിൽ, ആ ഗൈഡിൻ്റെ ഫോണിൽ ഞങ്ങൾ കണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അത് ചേച്ചി തിരി കത്തിച്ച് നിൽക്കുകയാണ്, എന്നോട് തിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ക്രിസ്മസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലതായിരിക്കാൻ വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കണ്ടത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലസ്തീൻകാരെക്കുറിച്ചാണ്. ഇതാട്ടോ എന്താ പറയുക, ചർച്ചിൻ്റെ ഉൾഭാഗം ഇപ്പോഴും ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വളരെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. നൈസാണ്. കുറേ ഞാൻ പറയില്ല, അണ്ടർഗ്രൗണ്ടിൽ എല്ലാ ബിൽഡിങ്സും അല്ല, എല്ലാം അന്നത്തെ കാലത്തുണ്ടായിരുന്ന എല്ലാം ഒരു നമ്മൾ നോർമലി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറേ താഴെയാണുള്ളത്. ഇവിടെയാണ് 3, അതായത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഓരോ രീതിയാണല്ലോ. ഇവിടെ അർമേനിയക്കാരുടെ ഇത് ഓർത്തഡോക്സുകാരുടെ പ്രാർത്ഥനാ സ്ഥലവും കുറച്ചപ്പുറം അർമേനിയക്കാരുടെ സ്ഥലവും, പിന്നെ ഈ തലേദിവസം ആർസിക്കാരുണ്ടല്ലോ അവരുടെ കുർബാനയാണ് തലേദിവസം, അതായത് 24-ാം തീയതി കുർബാന നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് കുറച്ചപ്പുറയാണ്. അതും കാണിച്ചു തരാം. അത് വീഡിയോ എടുക്കാൻ പോകാം കേട്ടോ. അപ്പം ഇത് അർമേനിയക്കാരുടെയും അപ്പുറമുള്ളത് ഓർത്തഡോക്സുകാരുടെയും ചെറിയ ചാപ്പൽ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ്. ഓരോ ഭാഗം ഓരോരുത്തർക്കായിട്ട് തിരിച്ച് എന്താ പറയുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിൽ തന്നെ ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് തിരിച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പം ഇനി കാണാൻ പോകുന്നത് ആർസിക്കാർ, അതായത് 24-ാം തീയതി കുർബാന നടക്കുന്ന ആ പള്ളിയിലാണ്. ഞാനിതുവരെ ഇവിടെ കുർബാന കൂടിയിട്ടില്ല, കാരണം എനിക്ക് ജോലീൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരൽ നടക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത്, അത് യുദ്ധത്തിന് കഴിഞ്ഞ കൊല്ലമല്ല, കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമാണെന്ന് തോന്നുന്നു ഞാനിവിടെ വന്നേ. ആ സമയത്ത് ഇവിടെ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ നൈറ്റ് നല്ല രസമായിരുന്നു. ഇവിടെ ആട്ടോ മലയാളം കുർബാന നടക്കുന്നത്. തലേദിവസം ഞാൻ പറഞ്ഞല്ലോ കുർബാന നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇവിടെയാണ് കുർബാന നടക്കുന്ന പള്ളി. ആർസിക്കാരുടെ പള്ളിയാണ് കേട്ടോ. ആർസിക്കാരുടെ കുർബാനയാണ് നടക്കൽ 24-ാം തീയതി വൈകുന്നേരം. അത് അങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചാപ്പലിൻ്റെ പുറത്തായിട്ട് ചെറിയ ഇങ്ങനെ വലിയ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ ആ പള്ളി കാണാൻ എന്തൊരു പീസ്ഫുള്ളാണെന്നറിയാമോ. നമുക്ക് ചില പള്ളികളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് തോന്നൂല്ലേ, അതുപോലൊരു പീസ്ഫുള്ളായിട്ടുള്ള പള്ളിയാട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പള്ളി. ഈ അന്നത്തെ കാലത്തുള്ള ആ കല്ലിൻ്റെ സ്ട്രക്ചറും ആ ഒരു രീതിയൊക്കെ ഇപ്പോഴും അവർ നിലനിർത്തിപ്പോരുന്ന ഒരു എന്താ പറയുക, ആ ഒരു രീതി ഉണ്ടല്ലോ, അതായിരുന്നു അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും കാണാൻ പറ്റിയിട്ടുള്ളത്. ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ സാധാരണ നമ്മൾ കയറി വരുന്ന ആ ഭാഗത്ത് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കലുണ്ടായിരുന്നു. ഇപ്പം പള്ളീൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്രിസ്മസ് ട്രീ, കാരണം യുദ്ധവും കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്തതാണല്ലോ ഇവരുടെ രാജ്യത്ത്. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് ചെറിയൊരു ക്രിസ്മസ് ട്രീ മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ വലിയൊരു ആഘോഷ പരിപാടികളൊന്നും ഇവിടെ ഇപ്രാവശ്യം ഇല്ലാന്ന് തോന്നുന്നു. ഇതാട്ടോ നമ്മൾ ആ പള്ളി കുർബാന നടക്കുന്ന പള്ളീൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകുന്ന വഴി. ചേച്ചി അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കാര്യമൊക്കെ ചേച്ചി ഫോട്ടോ എടുക്കാൻ പോയതായിരുന്നു, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. ചേച്ചീൻ്റെ തല വേണ്ടെങ്കിൽ മാറി എന്നോളം പറയുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പം ഇതാണ് നമ്മുടെ പള്ളി. ആ കുർബാന നടക്കുന്ന, ഞാൻ പറഞ്ഞില്ല 24-ാം തീയതി കുർബാന നടക്കുന്ന പള്ളീൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴി അതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മാതാവ് പ്രസവവേദന എടുത്തപ്പം കൈ പിടിച്ചു എന്ന് പറയപ്പെടുന്ന അതായത് ഈ തൂണിലൊരു ഇതെടുത്ത് കൈ പിടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ഇതുണ്ട്. എത്രത്തോളം എക്സാക്ട്ലി എനിക്കറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ഭാഗം ഇവിടെയുണ്ട്. അത് കണ്ടോ, ഒരു ചെറിയൊരു കൈ അതിൻ്റെ അടയാളം പോലെ അതവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പഴയ പള്ളി ഉണ്ടല്ലോ, അന്നുണ്ടായിരുന്ന ആ പള്ളീൻ്റെ ഭാഗം, പള്ളിയല്ല, അവർ ജനിച്ച ആ സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഇപ്പോഴും അവർ നിലനിർത്തി പോരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. അന്നത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗം ഇതിൻ്റെ അടിയിലോട്ട് സ്ഥലം ഇപ്പോഴും നിലനിർത്തി പോരുന്നേക്കുമാണ്. ഇത് കണ്ടോ, ആ കൈ പിടിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു മാതാവിൻ്റെ കൈകൾ ഇവിടെ സ്പർശിച്ചിരുന്നു എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഒരു വിരൽ
കറക്റ്റായിട്ട് അവിടെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പ്രസവ വേദന എടുത്തപ്പം മാതാവ് അവിടെ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ പള്ളീൻ്റെ ഇത് കണ്ടോ, ഉൾഭാഗം കണ്ടോ, ഇപ്പോഴും ആ മരത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ മരം കൊണ്ട് ഉത്തരം ചെയ്തിട്ടുണ്ടാവില്ല, അതുപോലെ മരം കൊണ്ടാട്ടോ ഇവിടെ മേൽഭാഗമൊക്കെ ചെയ്തേക്കുന്നത്. എന്തായാലും എനിക്ക് 23-ാം തീയതി ഇവിടെ കഴിഞ്ഞ കൊല്ലം വരാൻ പറ്റിയില്ല, കാരണം യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം പക്ഷെ വരാൻ പറ്റി, കാണാൻ പറ്റി, നിങ്ങളെയും കാണിക്കാൻ സാധിച്ചില്ല, എനിക്കും സന്തോഷം. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പേടിക്കുകയൊന്നും വേണ്ട, ഒരു പ്രശ്നമില്ലാത്ത, എനിക്ക് തോന്നി ഇസ്രായേലിനേക്കാളും സേഫായിട്ട് എനിക്ക് തോന്നിയതും സ്നേഹമുള്ള മനുഷ്യന്മാരുള്ളതും പലസ്തീനിലാണെന്ന് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ല മനുഷ്യന്മാർ. എന്നാ പറയണ്ടേ, ഫസ്റ്റ് ടൈം നമ്മളെ കാണുമ്പോൾ, അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ വയസ്സായ ആൾക്കാർ വരെ നമ്മളെ സ്നേഹം കൊണ്ടിങ്ങനെ, നമ്മൾ നാട്ടിലെത്തിയൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മളെ ഒരു കുടുംബത്തിൽ, നമ്മുടെ ഒരു ഫാമിലിയിൽ പോയിട്ട് നമുക്ക് കിട്ടുന്നൊരു കെയറിങ് ഉണ്ടല്ലോ, ആ ഒരു കെയറിങ് എനിക്കിവിടെ തോന്നി. അത്രയ്ക്കും നല്ല മനുഷ്യന്മാരോടോ, സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കാന്നൊക്കെ പറയില്ല, അതുപോലുള്ള മനുഷ്യന്മാർ, നല്ല സ്നേഹമുള്ള മനുഷ്യന്മാർ കേട്ടോ. എനിക്ക് ആദ്യം വരാൻ നേരത്ത് പേടിയായിരുന്നു, കാരണം വരാത്തൊരു രാജ്യം. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഐ ലവ് ഇറ്റ്.